കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന പോലെ അല്ല. ഈ ലോകത്തിൽ ഈ പ്രസ്താവന നടത്തിയ ഒരാളേ ഉള്ളൂ, അത് യേശു മാത്രം. നമ്മൾ കേൾക്കാൻ പോകുന്ന ദിവ്യ സമാധാനത്തെക്കുറിച്ച്, കർത്താവ് തരുന്ന ദിവ്യ സമാധാനം. ഈ രോഗസൗഖ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനം ഈ ലോകത്ത് സമാധാനപരമായ ഒരു ജീവിതമാണ്. എത്ര കോടിയുണ്ടെങ്കിൽ തന്നെ സമാധാനമില്ലെങ്കിൽ എന്താ ഉള്ളത്? ക്രിസ്തു തരുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ആ ദിവ്യ സമാധാനത്തെക്കുറിച്ചുള്ള സന്ദേശവും അത്ഭുത സാക്ഷ്യങ്ങളും നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, യേശു തരുന്ന ഏറ്റവും വലിയ ദാനം ഏതാണെന്ന് പറയാമോ? രക്ഷയാണ്, വീണ്ടെടുപ്പാണ്, സ്വർഗ്ഗമാണ്. പക്ഷെ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭവം എന്തോ എന്ന് പറയാമോ? യേശുവിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ കിട്ടി, സ്വർഗം കിട്ടി. പക്ഷെ നമ്മളിൽ ഉണ്ടാക്കുന്ന അനുഭവം എന്നാ? നിങ്ങളാരല്ലോ ഒന്ന് പറഞ്ഞ്. പാപമോചനം കിട്ടി, രക്ഷ കിട്ടി, രോഗസൗഖ്യം കിട്ടി, എന്തേലും ആയിക്കോട്ടെ, യേശുവിനെ അറിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന അനുഭവം എന്തുവാ? സിസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. ഭർത്താവ് തളർന്നാ വന്നിരിക്കുന്നെങ്കിലും സമാധാനം അല്ലേ? ഭർത്താവ് തളർന്നപ്പോൾ ഒത്തിരി സമാധാനം പോയെങ്കിലും ഇപ്പോൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയോ? സമാധാനമുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സമാധാനവും സന്തോഷമാണ് കർത്താവ് ഏറ്റവും ആദ്യം തരുന്നത്. ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടതും സമാധാനവും സന്തോഷവും. മുമ്പേ നിങ്ങളവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും കിട്ടുമെന്ന്. എന്തുവാ രാജ്യം? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പം മദ്യപിച്ചുകൊണ്ടിരുന്ന മകൻ മദ്യപാനത്തിൽ സന്തോഷം കിട്ടിയില്ല, പക്ഷേ യേശു ഉള്ളിൽ വന്നപ്പോൾ സന്തോഷം കിട്ടി. അതാ ദൈവരാജ്യം. ദൈവം എന്നെ ഭരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന സന്തോഷവും സമാധാനവുമാണ് ദൈവരാജ്യം. എല്ലാവരും എന്ന് പറഞ്ഞേ, ദൈവം ഉറക്കെ പറ. എൻ്റെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന സമാധാനവും സന്തോഷവുമാണ് ദൈവരാജ്യം അഥവാ ദൈവഭരണം. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ എൻ്റെ ഹൃദയത്തെ വാഴുകയാണ്. അതാണ് യേശു എൻ്റെ കർത്താവാകുക. അന്ന് മുതൽ എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടും. നമ്മൾ അത് അന്വേഷിച്ചാൽ മതി, അതോടുകൂടെ ഉണ്മാനും ഉടുപ്പാനും ഉള്ളതെല്ലാം കിട്ടും. ചില പ്രാർത്ഥനയ്ക്ക് വന്നാലും യോഗത്തിന് പോയാലും പിന്നെയും ചിരിക്കുകയില്ല. എന്നാന്നറിയോ? ചിരിക്കാത്തവരാരാന്നറിയോ? സ്വന്തം കാര്യങ്ങൾ തലേ കയറ്റി നടക്കുന്നവരാ. ഞങ്ങളൊക്കെ ചിരിക്കുന്നത് എന്നാന്നറിയാവോ? നിങ്ങളെക്കായി പ്രശ്നമുണ്ട്, പക്ഷെ ഞങ്ങൾ വേറൊരാളുടെ കൊടുത്തിരിക്കുക. ഞാൻ എല്ലാവരുടെയും മുഖത്തൊന്ന് നോക്കട്ടെ, ആരാ ചുമക്കുന്നത്? നിങ്ങളാണോ കർത്താവാണോ? ഭാരമില്ലാത്ത ആരും ഇവിടെ ഇല്ല, പക്ഷേ കുറേ പേരുണ്ട്. അവരുടെ ഭാരം എന്ത് ചെയ്തിരിക്കുക? അങ്ങോട്ട് കൊടുത്തിട്ട്, കർത്താവെ നീ ചെയ്തോ, ഞാൻ തുള്ളിച്ചാടാൻ പോവാ. അങ്ങനെ ചിരിക്കുന്നവരെ കാണാൻ ഞാനൊന്ന് നോക്കുക. കർത്താവിൻ്റെ കൈ കൊടുത്തോ? ഭാരമുള്ളവരെ കാണുമ്പോൾ ഓർത്തോണം, അവർ പറഞ്ഞിരിക്കുകയാണ്, കർത്താവെ നിന്നെ ഏൽപ്പിക്കാൻ എത്തിക്കത്ര വിശ്വാസമില്ല, ഞാൻ തന്നെ ഒന്ന് ചുമക്കട്ടെ എന്ന് പറയുന്നവരാ ചിരിക്കാത്ത. ചിലർ വിശ്വാസികളാ, ദൈവമക്കളാ, സഭയിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ചിരിയില്ല. അവരാരാന്നറിയാവോ? അവരുടെ ഭാരം കർത്താവിൻ്റെ കൊടുക്കത്തില്ല, ഞാൻ തന്നെ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നവരാ. ചിരിക്കുന്ന ദൈവമക്കൾ ആരാന്നറിയോ? പ്രശ്നം തീർന്നുകൊണ്ടല്ല, അവർ പറയും എത്രയും നാളും ചുമന്നിട്ട് ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് കർത്താവെ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഭാരമെല്ലാം മാറ്റി തുള്ളിച്ചാടാൻ പോവാ. ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവേ വട്ടു, ഭാരമെല്ലാം ദൂരെ മാറ്റി രാജാവേ വട്ടു, ഭാരമെല്ലാം ദൂരെ മാറ്റി യേശുവേ വട്ടു, ഭാരമെല്ലാം ദൂരെ മാറ്റി രാജാവേ വട്ടു.
വീണ്ടും ജനനം രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിക്കും. ഇതാ രക്ഷിക്കപ്പെടൽ. യേശു എനിക്കുണ്ട്, ഉയർത്തെഴുന്നേറ്റതാ, എൻ്റെ വിഷയം അദ്ദേഹം ഏറ്റോളും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ചിരിക്കുന്നവരാ രക്ഷിക്കപ്പെട്ടവര്. അല്ലാതെ ഏതോ ഒരു സഭയിൽ പോയി ബൈബിൾ ഇപ്പം പിടിക്കുന്നുണ്ട്, നേരത്തെ ചിരിക്കുകയും ചെയ്യുമായിരുന്നു, ഇപ്പം ഭയങ്കരം ഗൗരവ. അതാണോ രക്ഷയുടെ അടയാളമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇനി കൂടുതൽ ആത്മീയതയൊന്നും കാണിച്ചില്ലേലും എൻ്റെ കർത്താവിനെ ഞാൻ ഏൽപ്പിച്ചു. എനിക്കറിയത്തില്ല, അവൻ നടത്തിക്കോളും എന്ന് പറഞ്ഞ ഒരാളെ തുള്ളിച്ചാടുന്ന കണ്ട ഞാൻ പറയും, ഇവനാ ഒറിജിനൽ വിശ്വാസി. ക്രിസ്ത്യാനിയുടെ അടയാളം അവൻ്റെ വേഷമല്ല, അവൻ ധരിച്ച വേഷത്തിൻ്റെ നിറമല്ല, പിടിച്ച ബൈബിളിൻ്റെ കനമല്ല, അവൻ പറഞ്ഞ പ്രസംഗങ്ങളുടെ നീളമല്ല. അവൻ ഉറപ്പുണ്ട്, എൻ്റെ യേശു ജീവിക്കുന്നു, എന്ത് വിഷയം വന്നാലും എന്നെ നടത്തിക്കോളും. അങ്ങനെ തുള്ളിച്ചാടും. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖമുദ്ര. അടുത്തിരിക്കുന്ന ആൾ പറ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖമുദ്ര ഒരു ചിരിയാന്ന് പറ. ഹലോ, ആ ടി വിയിലെ കോമഡി കണ്ടുള്ള ചിരിയല്ല കേട്ടോ, നിലയ്ക്കാത്തൊരു ചിരി, പ്രതിസന്ധിയിലും തുള്ളിച്ചാടുന്നൊരു ചിരി. ഒരു മീറ്റിംഗിൽ തങ്കു ബ്രദർ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതിരിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ ആ പറവകളെ നോക്കി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ വെക്കുന്നില്ല, നാളത്തേക്ക് വേണ്ടി കരുതുന്നില്ല. പക്ഷെ അവർക്ക് അടുത്ത നേരം എന്ത് കഴിക്കുമെന്നൊരു ഭാരവുമില്ല. കാരണം അവയ്ക്കറിയാം അവരുടെ ദൈവം പുലർത്തുമെന്ന്. അടുത്തിരിക്കുന്ന ആൾ പറ, കൂടുതൽ പ്രസംഗമില്ലേലും വെളിയിലോട്ട് ഇറങ്ങിയാൽ പറവയെ നോക്കാൻ പറ. പറവയെ നോക്കി പഠിക്കണം. നോക്കി അത് ചിരിച്ച് കളിച്ച് നടക്കുന്നു, അവയ്ക്കറിയാം. എന്നിട്ട് പറയാം, അവയ്ക്ക് ദൈവമാ, പക്ഷെ ഞാൻ നിങ്ങളുടെ പപ്പായ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്ര അധികം പുലർത്തും. അതുകൊണ്ട് പറവയെ നോക്കിയ കൈയെടുത്ത് പറ, പറവയെ നോക്കാൻ. പറവയെ നോക്കി അത് പറക്കുന്ന പോലെ പറക്കാൻ പറ. കൈ കൊടുത്ത് പറ, കൈ കൊടുത്ത് പറ, പറവയെ നോക്കി ഒന്ന് പഠിക്കാൻ പറ. ഞാൻ പറവയെ നോക്കിയിട്ട് ഞങ്ങളുടെ കോട്ടയത്തുള്ള പറവയല്ല ഇങ്ങനെ പറക്കുന്നത്. ഇരിങ്ങാലക്കുടയിലുള്ള പറവ പറക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ കൈ ഒന്ന് വീശി പറഞ്ഞേ. ആ പറക്കുന്ന കൂട്ടത്തിൽ കയ്യിലേണ്ട് ഭാരം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പറവകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ, എനിക്ക് ഭാരം ഒന്നും ഇല്ലെന്നാ. പറവകൾ പറയാം, എന്നെ നോയിക്കേ, എന്റെ പിതാവ് എന്നെ നടത്തിക്കോളും, എനിക്ക് ഭാരമൊന്നുമില്ല. ആ ഭാരമില്ലെന്ന് പറഞ്ഞു വരുന്ന കൈ വീശിക്കേ. പറവ പോലെ പറന്ന് പറന്നു യേശുവേ വട്ടു, പറവ പോലെ പറന്നു പറന്നു രാജാവേ വട്ടു, പറവ പോലെ പറന്നു പറന്നു യേശുവേ വട്ടു, പറവ പോലെ പറന്നു പറന്നു രാജാവേ വട്ടു. ഈ ആരാധന എന്നൊക്കെ പറഞ്ഞാൽ വലിയ എന്നാ അടക്കത്തോടും ഭയത്തോടും വിറയലോടും ഒക്കെ ചെയ്യേണ്ടതല്ലേ? ദൈവം മുമ്പിൽ ഇങ്ങനെ തുള്ളുകയും ചാടിയും ഒക്കെ ചെയ്താൽ കർത്താവിന് ഇഷ്ടപ്പെടുവോ? നിങ്ങൾ പറഞ്ഞാട്ടെ, അന്ന് ഹോശാന പാടി കുഞ്ഞുങ്ങൾ ആർത്ത് വിളിക്കുമ്പോൾ പരീശന്മാർ പറഞ്ഞു, മിണ്ടിപ്പോരുത്, ഇത്രയൊന്നും ഒച്ച വെക്കരുത്, തുള്ളരുത്, ചാടരുത്. പിന്നെ കർത്താവ് പറയാണ്, ഇവരാർക്കുന്നില്ലെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കും. സ്വന്തം പദവി മറന്ന് രാജവസ്ത്രം മാറ്റി പഞ്ഞിനൂലങ്കി ധരിച്ച സാധാരണ ജനങ്ങളുടെ കൂടെ, ഞാൻ വലിയ കുടുംബക്കാരനാ, ഞാൻ രാജാവാന്നുള്ളത് മറന്ന് തുള്ളിച്ചാടിയ ദാവീദ് രാജാവിനെ ദൈവം ഉയർത്തി. എന്നാൽ അത് കണ്ട് ഇങ്ങേരെന്നെ ഇങ്ങനെ ആരാധിക്കുന്ന തുള്ളുന്ന ഇയാൾ രാജാവല്ലേ, പദവി പറ്റി ഇങ്ങനെ കൈകൊട്ടാവോ എന്നൊക്കെ ചോദിച്ചവനെ കളിയാക്കിയ മീഖള് ഗർഭമടഞ്ഞുപോയി. ആമേൻ. ആരാധിക്കുന്ന പൗലൂസിനെ ശീലാസിനെ അടിച്ച് ജയിലിനകത്തിട്ട കാരാഗ്രഹ പ്രമാണിക്ക് ഉറക്കം വന്നില്ല. അന്ന് രാത്രി ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നി. അടികൊണ്ട് അകത്ത് കയറിയെങ്കിലും ആരാധിച്ച പൗലൂസിനും ശീലാസിനും ചങ്ങല പൊട്ടി. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇതുപോലുള്ള ആരാധന കർത്താവിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഇഷ്ടപ്പെടുമെന്ന് കൈയുള്ളവർ ഒന്ന് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് എടുക്കട്ടെ. കർത്താവിനത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു,
ഇന്ന് ഇരിങ്ങാലക്കുടയിൽ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ യേശു എന്നാ ചെയ്യുമെന്നറിയോ? യേശു താനും എൻ്റെ കൂടെ നൃത്തം ചെയ്യുമേ, യേശു താനും എൻ്റെ കൂടെ നൃത്തം ചെയ്യുമേ, യേശു താനും എൻ്റെ കൂടെ ആടിപ്പാടുമേ. ഇന്നൊരു തീരുമാനമെടുത്ത് ഇനി ഏത് വിഷയത്തിലും ഞാൻ പരാതിപ്പെടില്ല, പിറുപിറുക്കത്തില്ല, എൻ്റെ കഷ്ടതയുടെയും വേദനയുടെയും ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. എൻ്റെ കർത്താവിനെ ഞാനങ്ങ് സ്തുതിക്കും. ഇതുപോലെ കടം പ്രശ്നങ്ങളൊന്നും യേശുവിൽ വിശ്വസിച്ച നിമിഷം നമ്മുടെ അകത്തൊരു പുതിയ വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഇതൊന്നും തൊടത്തില്ല, സാഹചര്യം കണ്ട് ദുഃഖിക്കത്തില്ല. ഒന്നുകൂടെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് പണം നൂലെ കെട്ടി ഇറക്കുവോ? ഇറക്കി തരും. അതിൻ്റെ സാക്ഷിയാണ്ട് അവിടെ നിൽപ്പുണ്ട്. ധോണി ബ്രദർ ഓടി വന്നേ, ആ പണം നൂലെ കെട്ടി ഇറക്കിയ അത്ഭുതം കൂടെ കേട്ടിട്ട് പോയാൽ മതി. ഞാനൊരു കാര്യം പറയാം, ചില വിടുതലുകൾ ചിലപ്പോൾ താമസിച്ചെന്നിരിക്കും, പേടിക്കണ്ട. ആ താമസത്തിൽ കൂടെ ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ പെട്ടെന്നായിരിക്കും വിടുതൽ. ധോണി ബ്രദറെ, ആ കുവൈറ്റ് ദിനാറ് പറന്നു വന്ന കുവൈറ്റിൽ വെച്ചുണ്ടായ അത്ഭുതം പെട്ടെന്നൊന്ന് പറഞ്ഞു. കുവൈറ്റിൽ ഞാനിങ്ങനെ ഒരു അറബിയുടെ വീട്ടിലിങ്ങനെ എൻ്റെ വൈഫ് അവിടെ വന്നിരുന്നു. സ്പോൺസർ കുവൈറ്റിലൂടെ ഞാൻ 7 കൊല്ലമായിട്ട് എനിക്ക് ലീവ് ചോദിച്ചിരുന്നു, റിലീസ് തരുന്നില്ല പുള്ളി. അങ്ങനെ റിലീസ് കിട്ടാണ്ടായപ്പോൾ എൻ്റെ വൈഫ് ഈ ചർച്ചിൽ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് സാജൻ ബ്രദറാണ് അന്ന് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. സാജൻ ബ്രദർ ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ എൻ്റെ കൈ വന്ന് തൊട്ടു. അത് അന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വിശർപ്പൊക്കെ വന്നു. അന്ന് മുതൽ ഞാൻ സിഗരറ്റ് വലി പൂർണ്ണമായിട്ട് നിർത്തി, മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് റിലീസ് വേണമായിരുന്നു. കുവൈറ്റിൽ നിന്ന് എനിക്ക് റിലീസ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വൈഫ് പോകുന്ന ചർച്ച. അപ്പോൾ ടി വിയിൽ ഒരിക്കൽ ഇതുപോലെ തന്നെ തങ്കപ്രദം തോമസിനും കൈവച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്നൊരു വിശ്വാസത്തിന് പുറത്ത് ഞാൻ 7 കൊല്ലമായിട്ട് റിലീസ് കിട്ടാത്തത് കിട്ടുമോ എന്ന് ഞാനൊരു പരീക്ഷ നടത്താൻ വേണ്ടി ഞാൻ നോക്കട്ടെ. എന്നിട്ട് അന്ന് തന്നെ വൈകുന്നേരം എൻ്റെ കുവൈറ്റ് സ്പോൺസർ, അയാളുടെ DH വലിയ പോസ്റ്റുള്ളൊരു പുള്ളിയാണ്, പുള്ളിയോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് റിലീസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അതിനെന്താ നാളെ കാലത്ത് എനിക്ക് റിലീസ് തരാമെന്ന് പറഞ്ഞു. 7 കൊല്ലമായിട്ട് എനിക്ക് റിലീസ് കിട്ടാത്ത. അന്ന് ഈ പ്രാർത്ഥിച്ച്, അന്ന് TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ച്, അന്ന് കുവൈറ്റ് അറബി പറഞ്ഞു നിനക്ക് തന്നേക്കാം റിലീസ് തരാമെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് തന്ന് അന്ന് റിലീസ് തന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാനങ്ങനെ കാറിൻ്റെ അവിടെ ചാരി നിൽക്കുക. റിലീസ് കിട്ടി, അതൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് തൊട്ടടുത്ത് കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 KD രൂപയുടെ 1.5 KD കുവൈറ്റ് ദിനാർ വെറും 1.5 KD വേണ്ടു. കട കൊടുത്ത് തീർക്കാൻ തൊട്ടടുത്തുള്ള കടയിൽ കൊടുക്കാനുള്ളതായിരുന്നു. അത് കൊടുക്കാനായിട്ട് 1.5 KD എൻ്റെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ റിലീസ് തന്ന കർത്താവിന് എനിക്ക് ഒരു 1.5 KD കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷ കൂടി ഞാൻ നടത്താൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി. യേശുവിന് ഒരു പരീക്ഷ കൊടുത്തു, യേശു പരീക്ഷ പാസ്സായി. അങ്ങനെ ഡോണി ബ്രദർ യേശുവിന് 2nd പേപ്പർ ഇട്ടു. എൻ്റെ റിലീസ് തരാൻ പറ്റുമെങ്കിൽ 1.5 കുവൈറ്റ് ദിനാറ് ഇപ്പം തരാൻ പറ്റുമോ? നല്ല പാർട്ടി അത്. അങ്ങനെ 1.5 KDക്ക് വേണ്ടി ഞാനൊരു കാർമ ചാരി നിൽക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു, ഈ മരുഭൂമിയിൽ തൊട്ടപ്പുറത്ത് ഒരു ഡെസേർട്ട് ഏരിയ, ഇവിടുന്ന് ഇപ്പോൾ ആരും 1.5 KD തരാൻ. അന്നൊരു കുവൈത്തിൽ പുതിയൊരു വീടും കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കാറിൽ ചാരി നിൽക്കുന്ന സമയത്താണ് ഒരു KD പറന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് വീണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു KD കിട്ടി, ഇനി 1/2 KD കിട്ടാണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം കടക്കാരൻ എൻ്റെ സ്പോൺസറോട് കംപ്ലയിൻറ്റ് ചെയ്താൽ ചിലപ്പോൾ അവൻ ആ റിലീസ് വരെ ക്യാൻസൽ ചെയ്ത് കളയും. അതുകൊണ്ട് ഞാൻ 1/2 KDക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തു നിന്നു. ഇനി 1/2 KDക്ക് എന്ത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് മുഷിഞ്ഞ ചെളി പിടിച്ചൊരു എനിക്കത് എപ്പോഴും നല്ല ഓർമ്മയാണ്. ആ ചെളി പിടിച്ച് ഞാൻ അടുത്തൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു 500-ൻ്റെ പൈസ, കുവൈറ്റിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. 1/2 KD 500-ൻ്റെ പൈസ എന്ന് പറയാം. അത് ഫിൽസ്, 500-ൻ്റെ ഫിൽസിൻ്റെ നോട്ട് 500-ൻ്റെ നോട്ട് വീണ്ടും രണ്ടാമത് പറന്ന് കറക്റ്റ് 1.5 KD എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നു. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് യേശുവിൽ സ്നാനപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു. ഒരുപാട് പേരെ കർത്താവിന് വേണ്ടിയിട്ട് നേടാൻ കർത്താവിൻ്റെ കൃപ. ഈ അനേകർക്ക് ഇത് കേൾക്കുമ്പോൾ ഉള്ളത് പറയാമല്ലോ ബ്രദറെ, സംശയം തോന്നും, ഇത് ശരിക്കും നടന്നാണോ? അതെ, ഇതിങ്ങനെ നടന്നു. അതിനുശേഷം കർത്താവ് ഒരുപാട് കുവൈറ്റിലുള്ള ചർച്ചിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഒരുപാട് അത്ഭുതങ്ങൾ ആ മാസവും ആ കൊല്ലങ്ങളും കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ പാസ്പോർട്ട് ഇല്ലാണ്ട് ഒരൊറ്റ കുഞ്ഞ് മാത്രം കയറും എന്നുള്ളൂ. അത് എൻ്റെ മോള് ഇതായിരിക്കുന്ന കുട്ടിയാണ്, അന്നമോള്, നീല അന്നമോള് ഓടി വന്ന് ഇവൾക്ക് പാസ്പോർട്ടിലാണ് വെറും ജസ്റ്റ് പേപ്പറുമ്പോൾ മാത്രം എൻട്രി ചെയ്ത് കയറി ഇങ്ങോട്ട് വന്നു. അതുകൂടാതെ തന്നെ
അവിടുത്തെ ക്രിമിനൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും വലിയ രാജാവിൻ്റെ താഴെയുള്ള ക്രിമിനൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും വലിയ നാർക്കോട്ടിക്കിൻ്റെ ഹെഡിൻ്റെ ഓഫീസിൽ ആ കൊട്ടടക്കം ഇവളെ കൊണ്ടുവരുത്തി. അന്ന് ഇവൾക്ക് കുറേ പേപ്പർ വർക്കുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നു, പാസ്പോർട്ട് ഇല്ലാത്ത കാരണം കൊണ്ട്. അന്ന് ഇവളെ അവിടെ കൊണ്ട് ഇരുത്തി ആ കുഞ്ഞിന് ഇവളെ കൊണ്ടുവരണ കണ്ടിട്ട് അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ പല കേസുകളും ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടിയൊക്കെ നിർത്തി പുള്ളി ഇവർക്ക് പാലും ഇതെല്ലാം കൊടുത്ത് വലിയ അത്ഭുതമായിട്ടായി കുഞ്ഞ് ഇവിടെ. ഈ ഓഫീസറോ? ഈ ഓഫീസർ അവിടുത്തെ ഏറ്റവും വലിയ ഓഫീസർ, അവിടുത്തെ ഏറ്റവും വലിയ ഓഫീസർ കുഞ്ഞിന് പാലും എല്ലാം കൊടുത്തു. ഒടുവിൽ അദ്ദേഹത്തിന് ഈ കുഞ്ഞിന് പാസ്പോർട്ട് ഇല്ലാതെ ഇവിടെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സ്പോൺസർ പറഞ്ഞു, എനിക്കറിയില്ല അന്ന് എന്ത് തോന്നി എന്നുള്ളത്, അവന് റിലീസ് കൊടുക്കാനായിട്ട് എനിക്ക് എന്ത് എൻ്റെ മനസ്സിൽ തോന്നി എന്നുള്ളത് അറിയാം. ഞാൻ 7 കൊല്ലം കൊടുക്കാത്ത അവൻ എനിക്ക് ഇപ്പം അവൻ പോയതിനു ശേഷം എനിക്ക് അവിടെ ഒരു സുഖമില്ലാന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോഴും. അപ്പം ഇദ്ദേഹത്തിന് സ്പോൺസർ പറയുകയാണ് 7 കൊല്ലമായിട്ട് കൊടുക്കാൻ ഇതെങ്ങനെ കൊടുക്കാൻ എനിക്ക് തോന്നിയെന്നല്ലേ. 7 കൊല്ലമായിട്ട് കൊടുക്കാത്ത പിറ്റേ ദിവസം ആൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആൾ കിട്ടിയതിന് ശേഷം ഇപ്പോൾ സ്പോൺസർ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ 4-5 ദിവസം മുൻപും വിളിച്ചിരുന്നു. എന്നോട് ഇപ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, നിന്നെ അന്ന് വിട്ടത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായി പോയി, റിലീസ് തന്നത് വലിയൊരു നഷ്ടമായി പോയി എന്ന് ഇപ്പോഴും ഇടയ്ക്ക് വാട്സപ്പിൽ. അപ്പം വേണ്ടി വന്നാൽ കെട്ടിയിറക്കും, പറന്നു വരും. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ ഭാരമെല്ലാം മാറ്റി ഒന്ന് വിശ്വസിക്കാൻ പറ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ഒന്നും. ഒന്ന് ഓർത്ത് നോക്കിയേ, നൂലെ കെട്ടി ഇറക്കുമോ എന്നൊക്കെ നമ്മുടെ ഇടയിലൊരു ചോദ്യമുണ്ട്. നോട്ട് പറന്ന് വന്ന് കാൽക്കൽ വീണ സംഭവം, അത്ഭുത വിടുതൽ ഉണ്ടായ സംഭവങ്ങൾ കർത്താവിന് കഴിയാത്തൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആരും വിചാരിക്കരുത് ഇങ്ങനെ എപ്പോഴും നോട്ട് പറന്ന് വന്നുകൊണ്ടിരിക്കും. നോ, നമ്മൾ അധ്വാനിക്കണം. കർത്താവ് പറയുന്നത് അധ്വാനിക്കാത്തവൻ തിന്നുകയും അരുത്. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ആ ദൈവജനത്തിന് ഒരു വഴിയില്ല. അവരുടെ കഴിവുകൊണ്ടൊന്നും നടക്കാത്ത ചില പൊസിഷനിൽ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അപ്പോൾ തന്നെ നമ്മളെ ഏൽപ്പിച്ചതെല്ലാം നമ്മൾ ചെയ്യണം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ചില പ്രതിസന്ധികളിൽ നിൽക്കുന്നവരുണ്ട്. ഒരത്ഭുതം പ്രതീക്ഷിച്ച് യേശു ജീവിക്കുന്നെന്ന് വിശ്വസിച്ച്, നിങ്ങളുടെ സമീപമുണ്ടെന്ന് വിശ്വസിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കും. രോഗങ്ങൾ സൗഖ്യമാവും. എത്ര വലിയ പ്രയാസമാണോ അതിൽ വിടുതൽ തരും. നമ്മളൊന്ന് കേട്ടതുപോലെ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അതെങ്ങനെ നമുക്ക് കിട്ടും? നമ്മുടെ ഭാരം നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. വിശ്വാസത്താൽ നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ കർത്താവിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. യേശുവേ ഇതാ ഞാൻ തരുന്നു. നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയവരെക്കുറിച്ച് അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. അവർക്കാർക്കും ഇനി നമ്മുടെ കാര്യം കേൾക്കാനൊക്കത്തില്ല. പക്ഷേ യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. യഥാർത്ഥ നല്ല പിതാവ്, നല്ല അമ്മ കർത്താവ് എൻ്റെ പ്രയാസം ഇതാ അങ്ങോട്ട് തരിക എന്നൊന്ന് പറഞ്ഞ് ലീവ് ഇറ്റ്. അതിട്ട് ഭാരപ്പെട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അങ്ങോട്ടൊന്ന് കൊടുത്ത് ഫ്രീ ആയിക്കുക. അപ്പോൾ കാര്യം ദൈവം നടത്തുന്ന കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന മുമ്പേ നമുക്കൊരു ചെറിയ സാക്ഷ്യം കേൾക്കാം. ആ സാക്ഷ്യം കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നടന്ന വിടുതൽ. അത് കേൾക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതേ യേശു നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അത്ഭുതം വീണ്ടും നടക്കും. സോ നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാം. എൻ്റെ പേര് സനു, ഇതെൻ്റെ ഭാര്യ സിനി, ഇതെൻ്റെ മൂത്ത മോൾ അലന, ഇതെൻ്റെ രണ്ടാമത്തെ മോള് ഡീമ. ഞാൻ 15 വർഷമായിട്ട് കുവൈറ്റിൽ താമസിക്കുന്നു. എൻ്റെ പപ്പായ്ക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഞാനും ആ ബിസിനസ്സിൽ നോർമലായിട്ട് ഞാനും കയറി. 2004 ഞങ്ങളുടെ ബിസിനസ് പൂർണ്ണമായിട്ടും തകർന്നു. 2004 കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴത്തേക്കിന് മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ അന്ന് കിടക്കുമ്പോൾ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ലോകം അവസാനിച്ചിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ നേടാമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. എൻ്റെ വണ്ടി ഞാനൊരു പാലത്തിൽ ഇടിച്ച് വണ്ടി മറിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് വരെ ഞാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാനും വൈഫ് ഒരുമിച്ച് ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. സാമ്പത്തികമായിട്ട് ഒരു വിധത്തിലും മുന്നോട്ട് പോകാത്ത അവസ്ഥയിലായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാലിൽ വെരിക്കോസ് വെയിൻ വന്നത് എനിക്ക്. അപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാല് കംപ്ലീറ്റ് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രഗ്നൻസി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അപ്പം മൂത്ത മോള് വരുമ്പോഴത്തേക്കും അവളും ചെറുതായതുകൊണ്ട് എനിക്കതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഈ വേദന കാരണം. അപ്പോൾ അവളെ ഞാൻ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും.
അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനെ തകർന്നിരിക്കുകയായിരുന്നു എല്ലാം കൊണ്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ രാത്രി ലെറ്ററേക്ക് ഞാൻ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഓരോ ചാനലുകൾ മാറ്റി മാറ്റി നോക്കി. അവസാനം ഞാൻ ഈ ഞാൻ മാറ്റിയിട്ടിരുന്ന 100ാമത്തെ ചാനലിൽ വന്നപ്പോഴത്തേന് തോമസ് ഊട്ടിദറിൻ്റെ ഒരു മെസ്സേജ് കാണാനായിട്ട് ഇടയായി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ലെങ്കിലും എന്തോ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായി. ആ സമയത്ത് വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ പുതിയൊരു പരിപാടി കാണുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നപോലെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം അത് ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വൈഫും കൂടെ കൂടിയിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇത് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇന്നലെ ഇത് കുവൈറ്റിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് പോകാമായിരുന്നല്ലോ, നമുക്കൊന്ന് ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യാമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കുവൈറ്റിലെ കോൺടാക്ട് നമ്പർ അതിനകത്ത് സ്ക്രോൾ ചെയ്ത് കാണിച്ചു. ആ നമ്പർ പെട്ടെന്ന് ഞങ്ങൾ നോട്ട് ചെയ്ത് ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു. അന്ന് മുതൽ ഹെവൻലി ഫീസ്റ്റ് മീറ്റിങ്ങിന് പോകാനും കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് വിനോദ് ബ്രദർ ഇങ്ങനെ വെരിക്കോസ് വെയിൻ സൗഖ്യമാകുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളത് ഏറ്റെടുത്തു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കിന് ആ കാലിലെ കംപ്ലീറ്റ് പാട് മാറി, പൂർണ്ണമായിട്ട് ആ വേദനയും മാറി. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ആദ്യത്തെ ദിവസം പ്രേയറിന് പോയി ആ ഉണ്ടായിരുന്ന മണിക്കൂറുകൾ മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അവിടെ പറയുന്നത് എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പോലും, കാരണം അതുപോലെ എൻ്റെ ഭാരം അവിടെ നിന്ന് എടുത്തു മാറ്റി കർത്താവ്. ആ ദിവസം തന്നെ മനസ്സിലുണ്ടായിരുന്ന മൊത്തം ഭാരവും ആ ഒരൊറ്റ പ്രയർ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങളുടെ മുഴുവൻ മാനസിക ഭാരം എടുത്തു മാറ്റി. പിന്നീട് ഇന്ന് വരെയും ഒരു പ്രശ്നത്തിന്മേലെ ഞങ്ങൾ മാനസികമായി ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഹൃദയ സമാധാനം കിട്ടി. ആ സമയത്തും ജോലിയില്ല, പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ നല്ല പ്രത്യാശ വന്നു. ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കിൽ ഓർഡർ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡിന് എന്താ? ഞാൻ പറഞ്ഞു, അങ്ങനെ ചെറിയ ജോലിയൊക്കെ ഉണ്ട്, ഇപ്പോൾ ഫാർമസി ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ പ്രത്യേകിച്ച് അങ്ങനെ ഫാർമസി എക്സ്പീരിയൻസ് ഒന്നുമില്ല, കമ്പ്യൂട്ടർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ അറിയാം, എന്നാൽ സാറ്റർഡേ മുതൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് തേഴ്സ്ഡേ പറഞ്ഞു, സാറ്റർഡേ മുതൽ ജോലി കിട്ടി. 2 വർഷം കഴിഞ്ഞ് ജോലിയെ സാലറി ഇൻക്രിമെൻ്റ് ആയി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് അവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവസ്ഥയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും കട്ടൻ ചായ ഉണ്ടാക്കി കുപ്പിയിലാക്കി കൊടുക്കുമായിരുന്നു. അപ്പം രണ്ടാമതൊരു പ്രഗ്നൻസി ആയപ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ പലപ്പോഴും മൂത്ത മോൾക്ക് പാല് കൊടുക്കാതിരുന്ന സമയത്തും കട്ടൻ ചായ കൊടുത്ത സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്നത്. അത് ഒരു 7 മാസമൊക്കെ ആയപ്പോൾ വെരിക്കോസ് വെയിൻ കൂടി. ആ സമയത്ത് ചാച്ചി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ജ്യൂസ് കൊണ്ടുവരും. ഏതാണ്ട് എക്സ്പയർഡ് 2-3 ദിവസം കഴിയുമ്പോൾ എക്സ്പയർഡ് ആകുന്ന ജ്യൂസ് കൊണ്ടുവരും. അപ്പോൾ ആ ജ്യൂസ് 2 കൈയിലും തൂക്കി കൊടുക്കാവുന്നവർക്കെല്ലാം, കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് താഴെ കടയിൽ പോയി ഞങ്ങൾ അന്ന് കഴിക്കാനുള്ള പച്ചക്കറിയും സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി. അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ ഒരു നേഴ്സിംഗ് യൂണിഫോം ഇട്ട് ജോലിക്ക് പോകുമ്പോൾ 2 കൈയിലും കാലിലെ വേദനയും ഈ ജ്യൂസ് പിടിച്ചുകൊണ്ട് പോകുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നോക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ഒത്തിരി 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 എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ഇന്ന് ഞങ്ങളെ ഒരുപാട് ഉയർത്തി മാനിച്ചു കർത്താവ്. കുവൈറ്റിൽ ഒരു ദിവസം 5 ടൺ വെജിറ്റബിളാണ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും എൻ്റെ ഫാദറും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ് തകർന്ന് ഒരു ഏതല കരിയാപ്പല പോലും വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എൻ്റെ ജീവിതം മാറി. പക്ഷേ എൻ്റെ കർത്താവിനെ അറിഞ്ഞ് ആ ജീവിതം മാറിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് തന്നെ മാറ്റപ്പെട്ടു പോയേനെ. ഞാനിപ്പോൾ ഈ വീട്ടിൽ ജീവിക്കുമ്പോഴത്തേക്കിന് എനിക്കറിയാം, ഞാൻ 2004 ഈ ഫ്ലാറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇത് ശരിക്കും ഒരു ഇരുട്ട് മുറിയായിരുന്നു. പക്ഷേ 2007 കർത്താവിനെ അറിഞ്ഞ് പ്രയർ മീറ്റിങ്ങിന് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വീട്ടിൽ എനിക്കറിയാം ഒരു പ്രത്യേക പ്രകാശം ഈ വീട്ടിൽ വന്ന് ഒരു നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് മാറി. ബിസിനസ് തകർന്നപ്പോഴത്തേക്കിന് ഏകദേശം 65,000 KD, അതായത് 1.25 കോടി രൂപയോളം എനിക്ക് കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അറിയത്തില്ല ഇതെങ്ങനെയാണ് എൻ്റെ കർത്താവ് എൻ്റെ കടം വീട്ടിൽ. എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ആ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നു. ആ ദിവസം TV-യിൽ കൂടി ഞാൻ ആ മെസ്സേജ് കണ്ട് ആ തോമസ് ഊട്ടി ബ്രദർ പറയുന്ന ആ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നാശമായി പോയേനെ. ഞാനൊരു 10 ആയുസ് 365 ദിവസം ജോലി ചെയ്താൽ പോലും എനിക്ക് കടം എൻ്റെ മാനുഷികമായിട്ട് എനിക്കത് വീട്ടാനൊക്കത്തില്ല. എത്ര നമുക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും യേശു തരുന്നൊരു സന്തോഷവും സമാധാനവും അത് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. മനുഷ്യരിൽ നിന്നും കിട്ടുന്നില്ല, സമ്പത്തിൽ നിന്നും കിട്ടത്തില്ല യേശുവിൻ്റെ സമാധാനം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, യേശുവിനാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും എന്ത് വേണമെങ്കിലും ഈ യേശുവിനോട് പറഞ്ഞാൽ, ഈ യേശുവിനെ നമ്മുടെ കൂടെ നടത്തിയാൽ, കൂടെ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിരാശയോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും ഉണ്ടാകാൻ കർത്താവ് നമുക്ക് ഇടവരുത്തത്തില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സമാധാനം, സന്തോഷം,
അത് ഏറ്റവും വലുത്. അത് യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളോടും കർത്താവ് ഇടപെട്ടല്ലോ. ഇന്നത്തെ വചനത്തിലൂടെ, ഇന്നത്തെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, രോഗികളായ പലരും ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കരം, ആ വലിയ ശ്വാസം മുട്ടൽ ഉണ്ട്. ആരോ ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുക, ശ്വാസം മുട്ടൽ ജീവിതത്തിൽ വലിയ പ്രശ്നം ആദ്യമായിട്ട് കാണുക, കർത്താവ് നിങ്ങളെ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചെവിക്കകത്ത് ചില അഴുക്കുകൾ പോലെ വന്ന് നിറയുന്ന എന്തോ ആദ്യമായിട്ട് വിചിത്രമായ ചില അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ചില ചെയ്യാത്ത തെറ്റിന്, ചില കള്ളക്കേസുകൾ പോലെ കുടുങ്ങിയതിന് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വിടുതൽ വിടുതൽ. കർത്താവെ, അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഭാരങ്ങൾ മാറട്ടെ. നിങ്ങൾ കേട്ടതുപോലെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബത്തിൽ അസ്വസ്ഥതയായി ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് വിടുവിക്കുന്നു. ഒന്ന് ക്ഷമിച്ചേ, ഒന്ന് കർത്താവിനിടം കൊടുത്തേ. അങ്ങോട്ടും ഇങ്ങോട്ടും കോപിച്ച് ഭർത്താവും ഭാര്യയും കൂടെ പിരിയാൻ നോക്കാതെ യേശുവിനൊന്ന് ഇടം കൊടുത്തേ. കർത്താവ് വഴികൾ അവിടെ തുറക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ ജയകരമായൊരു ജീവിതം ഈ ലോകത്ത് മാത്രമല്ല, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. നിത്യജീവൻ സ്വർഗത്തിൽ, മനോഹരമായ ജീവൻ ക്രിസ്തു മുഖേന സൗജന്യമാണ്. ഏത് മഹാപാപിക്കും ഒന്ന് മാനസാന്തരത്തോടെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അത് ലഭ്യമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവിൻ്റെ മഹാസ്നേഹത്തിൽ നമുക്കായിരിക്കാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे